നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യം മുഴുവൻ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് പ്രസിഡന്റ് ദ്രൗപദി മുർമു നേതൃത്വം നൽകിയതും ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ്. ത്രിവർണ്ണ പതാക ഉയർത്തിയ ഉടൻ തന്നെ ദേശീയ ഗാനത്തിന്റെ ശ്രുതിമധുരമായ ഈണം പ്രതിധ്വനിച്ചു. തദ്ദേശീയമായി നിർമ്മിച്ച 105 mm ലൈറ്റ് ഫീൽഡ് ഗണ്ണുകളിൽ നിന്ന് 21 വെടിയുണ്ടകൾ മുഴങ്ങി. അത് അന്തരീക്ഷം മുഴുവൻ ദേശസ്നേഹ നിറങ്ങളാൽ നിറഞ്ഞു. ഈ അവസരത്തിൽ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും പ്രസിഡന്റിനൊപ്പം മുഖ്യ അതിഥികളായി പങ്കെടുത്തു. 77ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേഷവിധാനം വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി. എല്ലാ വർഷവും ദേശീയാഘോഷങ്ങളിൽ വ്യത്യസ്തമായ തലപ്പാവുകൾ ധരിക്കാറുള്ള പ്രധാനമന്ത്രി ഇത്തവണ ചുവപ്പും മഞ്ഞയും കലർന്ന മനോഹരമായ ഒരു തലപ്പാവാണ് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം പിന്തുടരുന്ന ഈ ശൈലി ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ഇത്തവണത്തെ തലപ്പാവിലെ പ്രധാന ആകർഷണം അതിൻ്റെ ലഹരിയ വേവ് പാറ്റേൺ ആയിരുന്നു. ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചേരുന്ന ഈ ഡിസൈൻ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ആഘോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. തലപ്പാവിലെ സ്വർണ്ണവർണ്ണത്തിലുള്ള സാരി ബ്രൊക്കേഡ് വർക്കുകൾ വസ്ത്രത്തിൽ കൂടുതൽ പ്രൗഢി നൽകി. പാരമ്പര്യത്തോടൊപ്പം ആധുനികതയും ഒത്തുചേരുന്ന ഈ വേഷം റിപ്പബ്ലിക് ദിന പരേഡിന്റെ ആവേശം വർദ്ധിപ്പിച്ചു. ഇളം നീല നിറത്തിലുള്ള നെഹ്റു ജാക്കറ്റും ധരിച്ചാണ് പ്രധാനമന്ത്രി പരേഡിനെത്തിയത്. ദേശീയ യുദ്ധ സ്മാരകത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിച്ച ശേഷം അദ്ദേഹം കർത്തവ്യ പഥിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം പരേഡ് വീക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ വേഷത്തിലെ ഓരോ ഘടകവും ഭാരതത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെയും പൈതൃകത്തെയും പ്രതിനിധീകരിക്കുന്നതായിരുന്നു. രാവിലെ 10:30 ആരംഭിച്ച പരേഡിൽ ഇന്ത്യയുടെ സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും പ്രദർശിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച ആയുധ സംവിധാനങ്ങളുടെ മാതൃകകളും ഇത്തവണ പരേഡിന്റെ ഭാഗമായി. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം ഒരുക്കിയ പ്രത്യേക പ്രകടനങ്ങളും ശ്രദ്ധേയമായി. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുഖ്യ അതിഥികളായി എത്തുന്ന ഈ ചടങ്ങ് ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു. പരേഡിനൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു ദൃശ്യം കാണാമായിരുന്നു. പാരാട്രൂപ്പർമാരും ഇറങ്ങി സൂര്യാസ്ത്രം ഉൾപ്പെടെയുള്ള പുതിയ ആയുധങ്ങൾ ആദ്യമായി പ്രദർശിപ്പിച്ചു. Mi-17 ഹെലികോപ്റ്ററുകൾ കാണികളുടെയും വിശിഷ്ട അതിഥികളുടെയും മേൽ പുഷ്പവൃഷ്ടി നടത്തി. അപ്പാച്ചെകൾ ഗരുഡ രൂപത്തിലും രുദ്രവിഭാഗം പ്രഹാർ രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട നിമിഷം ജനങ്ങളുടെ ആവേശം കുതിച്ചുയരുന്നതായിട്ടാണ് തോന്നിയത്. ഗരുഡ രൂപീകരണത്തിൽ അപ്പാച്ചെ AH-64E കാഴ്ച ജനക്കൂട്ടത്തിൽ ആവേശം ജനിപ്പിച്ചു. ആകാശത്ത് 2 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട ഉടനെ എല്ലാവരും ഉറ്റുനോക്കി. പ്രധാനമന്ത്രി മോദി പോലും അത് വീക്ഷിക്കുന്നതായി കാണപ്പെട്ടു. പരേഡിന്റെ പുതിയ ആകർഷണമായിരുന്നു ഇത്. അപ്പാച്ചെ AH-64E അഡ്വാൻസ്ഡ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ കേണൽ വിക്രാന്ത് ശർമ്മയുടെ നേതൃത്വത്തിൽ ആകാശത്ത് പറന്നു. സ്ക്വാഡ്രൺ ഭഗവത്ഗീതയുടെ 2ാം അധ്യായത്തിലെ 31ാം വാക്യത്തിലെ രാഷ്ട്രധർമ്മസ്യ രക്ഷണാർത്ഥം യുദ്ധം എന്ന മുദ്രാവാക്യമാണ് വിശ്വസ്തയോടെ പിന്തുടരുന്നത്. അതായത് ദേശീയധർമ്മ സംരക്ഷണത്തിനായുള്ള യുദ്ധം എന്നാണ് ഇതിനർത്ഥം. വ്യോമാക്രമണ ഭീഷണികളെ നേരിടാൻ അഡ്വാൻസ്ഡ് ലോങ് ബോ ഫയർ കൺട്രോൾ റഡാർ, ഹെൽഫയർ മിസൈലുകൾ, 30 mm ചെയിൻ ഗൺ, റോക്കറ്റുകൾ, എയർ ടു എയർ മിസൈലുകൾ എന്നിവ അപ്പാച്ചയിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. കഠിനമായ കാലാവസ്ഥയിലും പ്രവർത്തന ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഹെലികോപ്റ്ററിന് രാവും പകലും പ്രവർത്തിക്കാൻ കഴിയും. കൂടാതെ 8 കിലോമീറ്റർ വരെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഒരേ സമയം തിരിച്ചറിയാനും ഇടപഴകാനും കഴിയും. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം പരമ്പരാഗത രഥത്തിലാണ് ഇരുവരും കർത്തവ്യ പഥിലെ പരേഡിനെത്തിയത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകളും അന്തിമഘട്ടത്തിലാണെന്ന സൂചനകൾക്കിടയിലാണ് ഇരുവരുടെയും ഇന്ത്യ സന്ദർശനം. ജനുവരി 27 നടക്കുന്ന ഇന്ത്യ EU ഉച്ചകോടിയിൽ കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ബഹുമതിയായി കാണുന്നുവെന്നും ഇന്ത്യയുടെ വിജയം ലോകത്തെ കൂടുതൽ സുസ്ഥിരവും ഐശ്വര്യപൂർണ്ണവും സുരക്ഷിതവുമാക്കുന്നു എന്നും ഉർസുല ചടങ്ങിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് മുഴുവൻ ഗുണകരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. 2023-24 സാമ്പത്തിക വർഷങ്ങളിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വ്യാപാരം
$135 ബില്യൺ എത്തിയിരുന്നു. അമേരിക്കയുടെ നികുതി അധിഷ്ഠിത വ്യാപാര നയങ്ങൾ ആഗോള വിപണിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാൻ പുതിയ കരാർ വഴിയൊരുക്കും. 2007 വ്യാപാര ചർച്ചകൾ ആരംഭിച്ചിരുന്നെങ്കിലും 2013 താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് 2022 ജൂണിലാണ് ഇത് പുനരാരംഭിച്ചത്. പുതിയ കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ കാറുകളുടെ ഇറക്കുമതി നികുതിയിലും ഇന്ത്യ കുറവ് വരുത്താൻ സാധ്യതയുണ്ട്. നിലവിലുള്ള 110% നികുതി 40% കുറയ്ക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഏകദേശം 16.3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാറുകൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. കാലക്രമേണ ഈ ഇറക്കുമതി നികുതി 10% താഴ്ത്താനും പദ്ധതിയുണ്ട്. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിൽ ഗുണകരമായ മാറ്റമുണ്ടാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. പരേഡിൽ കാണികളെ മുൾമുനയിൽ നിർത്തി CRPF SSB സേനാംഗങ്ങളുടെ സാഹസിക ബൈക്ക് അഭ്യാസ പ്രകടനങ്ങളും നടന്നു. പരേഡിന്റെ അവസാന ഘട്ടത്തിൽ നടന്ന ഈ മോട്ടോർ സൈക്കിൾ പ്രകടനം ഇത്തവണത്തെ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായി മാറി. അതിവേഗത്തിൽ പായുന്ന ബൈക്കുകളിൽ അത്ഭുതകരമായ ഫോർമേഷനുകൾ തീർത്താണ് സൈനികർ കാണികളുടെ കയ്യടി നേടിയത്. കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ വനിതാ അംഗങ്ങൾ ഉൾപ്പെട്ട ബൈക്ക് ടീം നാരീശക്തിയുടെ വിളംബരമായി മാറി. ഒരേസമയം 10-ലധികം ബൈക്കുകൾ ഒന്നിച്ചു ചേർത്ത് നടത്തിയ അഭ്യാസങ്ങൾ സൈനിക അച്ചടക്കത്തിന്റെയും ഏകോപനത്തിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു. ബൈക്കുകൾക്ക് മുകളിൽ മനുഷ്യഗോപുരങ്ങൾ തീർത്തും കൈകൾ വിട്ടുനിന്നും നടത്തിയ പ്രകടനങ്ങൾ കർത്തവ്യ പഥിലെത്തിയ വിശിഷ്ട അതിഥികളെയും കാണികളെയും വിസ്മയിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നിർണായക ദൗത്യങ്ങളിൽ പങ്കെടുത്ത സൈനികരുടെ കരുത്തും ആത്മവിശ്വാസവുമാണ് ഈ പ്രകടനങ്ങളിലൂടെ നിഴലിച്ചത്.